കൊല്ലം നഗരത്തിലെ കൊലപാതകത്തിന് പിന്നിൽ സീരിയൽ കില്ലർ എന്ന് പോലീസ്. പാരിപ്പള്ളിയിലെയും കൊല്ലത്തെയും കൊലപാതകങ്ങൾ ഒരേ രീതിയിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയായ വിനോദിനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അതേസമയം തുടർച്ചയായ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയാത്ത കൊല്ലം സിറ്റി പോലീസ് പ്രതി തമിഴ്നാട്ടിലും കൊലപാതകം നടത്തി എന്ന് കണ്ടെത്തിയിരിക്കുന്നു. എം മനോജ് വിശദാംശങ്ങൾ നൽകും. മനോജ്, ഇത്ര ദാരുണമായ കൊലപാതകം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. അതിന് പിന്നിൽ സീരിയൽ കില്ലറാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എവിടെയാണ് ഈ കില്ലർ? അയാളെ പിടികൂടാൻ ഇവർക്ക് കഴിയുന്നില്ലേ? ഗൗതം, ഇതുവരെയും പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കൊല്ലം നഗര മധ്യത്തിലാണ്, അതായത് കമ്മീഷൻ ഓഫീസിന് സമീപമാണ് ഒരു കൊലപാതകം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്നത്. വഴിയരിയിലുണ്ടായിരുന്ന വയോധികനെ കഴുത്തിൽ തോർത്തു മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടെത്തിയിരുന്നു. അതൊരു കൊലപാതകമാണ് എന്നുള്ള അന്വേഷണത്തിൽ ആ ഒരു കണ്ടെത്തലിൽ പോലീസ് എത്തി. അതും ഇതേ ആൾ തന്നെയാണ് നടത്തിയത് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ്. അതേസമയം തന്നെ തമിഴ്നാട്ടിലും ഇയാൾ കൊലപാതകം നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും രണ്ടിടത്തും ഈ പാരിപ്പള്ളിയിലും അതോടൊപ്പം തന്നെ കൊല്ലത്തും നടത്തിയ അന്വേഷണത്തിൽ വിനോദാണ്, തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള വിനോദാണ് പ്രതി എന്ന പോലീസ് കണ്ടെത്തി. പക്ഷേ ഇതുവരെയും പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതേസമയം തന്നെ തമിഴ്നാട്ടിലെ കൊലപാതക വിവരങ്ങൾ കൂടെ പുറത്തു വരുന്നുണ്ട്. അതായത് തമിഴ്നാട്ടിൽ പണം ചോദിച്ചിട്ട് നൽകാത്തതിന് റോഡരികിൽ കിടന്നയാളെ തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതേസമയം തന്നെ പോലീസിന് ഇതുവരെയും ഈ പ്രതിയെ പിടികൂടാൻ സാധിക്കാത്തത് വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. 3 മാസത്തിനിടെ കൊല്ലം നഗരത്തിൽ 16 കവർച്ചകൾ ഉൾപ്പെടെ നടന്നിരുന്നു. എന്നിട്ടും ഒരു പ്രതിയെ പോലും പോലീസിനെ പിടികൂടാനായിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് പോലീസിന്റെ വിശദീകരണം. പക്ഷേ പ്രതിയുടെ പൂർണ്ണമായ വിവരങ്ങൾ ലഭിച്ചിട്ട് പോലും പ്രതിക്ക് അരികിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഓക്കെ മനോജ്, എന്തായാലും കൊല്ലത്തെ കൊലപാതകങ്ങൾക്ക് പിന്നിൽ സീരിയൽ കില്ലർ ആണെന്ന് പോലീസ് പറയുമ്പോഴും ഈ കൊലപാതകയെ പിടികൂടുവാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട് സ്വദേശിയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.